ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയാ. എൻ്റെ കുടുംബാംഗങ്ങളെ, പ്രൈസ് ദ ലോർഡ്. സുഖമാണല്ലോ അല്ലേ കുഞ്ഞുങ്ങളെ? ഗുഡ്, പ്രൈസ് ദ ലോർഡ്. നമുക്ക് സാക്ഷ്യം വായിക്കാം. പിന്നെ നമുക്ക് ഖത്തറിലെ ധ്യാനം 18 മുതൽ 22 വരെയാണ് ദോഹയിൽ വെച്ചിട്ട്. നിങ്ങളെല്ലാവരും എല്ലാ സ്ഥലത്തു നിന്നുള്ളവർ പ്രാർത്ഥിക്കണം. പിന്നെ ദോഹ ഖത്തർ ദേശത്തുള്ള എല്ലാവരും പ്രത്യേകം ക്ഷണിക്കുകയാണ്. നിങ്ങൾ വരണം. നിങ്ങളെ കാണാൻ വേണ്ടിയല്ലേ കർത്താവ് അങ്ങോട്ട് അയക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചു. പിന്നെ ആ 5 ദിവസം ഫുള്ള് മുടങ്ങാതെ കൂടാൻ ഓർക്കണം കേട്ടോ. ഹല്ലേലൂയ. സാക്ഷ്യം വായിക്കാം. സ്നേഹബഹുമാനപ്പെട്ട ബിനോയിച്ച, എൻ്റെ പേര് ബിൻസി. ഞാൻ അച്ഛനെ ടോക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. പരമാവധി മുടക്കം വരാതെ കാണാറുണ്ട്. നെറ്റിൻ്റെ പ്രശ്നം വന്നാൽ മാത്രമേ കാണാൻ പറ്റാറ്. ഞാൻ കർണാടകയിൽ നിന്ന് വണ്ടി സാക്ഷി എഴുതുന്നു. എനിക്ക് നെറ്റ് പോയാൽ അത് ബാക്കി എല്ലാ ദിവസവും കാണും. മകന് ചെറുപ്പം മുതലുള്ള അസുഖമാണ്, ആസ്മയുടെ പ്രശ്നമാണ്. അപ്പോൾ ഈ പനി, ചുമയും ശ്വാസം മുട്ടലുമാണ്. 6 മാസം പ്രായമുള്ളപ്പോൾ മുതൽ ശ്വാസം മുട്ടലിനുള്ള മരുന്ന് മുടങ്ങാതെ കഴിക്കുന്നതാണ്. മുടങ്ങാതെ പിന്നെ 6 മാസം മുതൽ ശ്വാസം മുട്ടൽ മരുന്ന് കഴിക്കുന്നതാണ്. മാസത്തിൽ 1 പ്രാവശ്യം അഡ്മിറ്റ് ആവുകയും ചെയ്യും. ഇപ്പോൾ 8 വയസ്സായി. ഒരു ദിവസം അലർജി രോഗം മാറുന്നതിനുള്ള എപ്പിസോഡ് ഞാൻ കണ്ടു. അന്ന് മുതൽ എന്നും കാണുന്ന എപ്പിസോഡിൻ്റെ കൂടെ ഈ അലർജി രോഗം മാറാനുള്ള എപ്പിസോഡും കൂടെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. പ്രാർത്ഥന സമയത്ത് ഞാൻ മകൻ്റെ ശരീരത്തിൽ കൈകൾ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അത്ഭുതമെന്ന് പറയട്ടെ, ശ്വാസം മുട്ടൽ കംപ്ലീറ്റ് കർത്താവ് സുഖപ്പെടുത്തി. ചുമയും ജലദോഷമൊക്കെ സാധാരണ വല്ലപ്പോഴും വരുന്ന പോലെ വരും. ആ സമയത്ത് ശ്വാസം മുട്ടൽ ഉറപ്പായിട്ട് വരുന്നതാണ്. പക്ഷേ ശ്വാസം മുട്ടൽ വരാറില്ല. ശ്വാസം മുട്ടൽ വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ദൈവം എൻ്റെ കുഞ്ഞിനെ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. പിന്നീട് ഞാനിങ്ങനെ ചെക്കപ്പിന് ചെന്നപ്പോൾ ശ്വാസം മുട്ടലിൻ്റെ ഒരു ലക്ഷണമില്ലെന്ന് ഡോക്ടേഴ്സ് പറയുകയും ചെയ്തു. ഇപ്പോൾ 1.5 വർഷത്തിലധികമായി. അത് കഴിഞ്ഞിട്ടാണ് സാക്ഷി എഴുതി അയക്കുന്നതൊക്കെ പറഞ്ഞ് കുറച്ച് വൈകിപ്പോൾ എന്നൊക്കെ പറഞ്ഞ് സാക്ഷി എഴുതിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഓക്കെ. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. കുഞ്ഞുങ്ങളെ കേട്ടോ, രോഗവും വാവും ഒക്കെ ഈശോ മാറ്റും കേട്ടോ. പ്രൈസ് ദ ലോർഡ്. ഇപ്പോൾ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ഇവരുടെ നിഷ്കളങ്കമായ വിശ്വാസം, അതായത് അങ്ങനെ പിന്നെ ദേഹത്തെ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഇവരുടെ വിശ്വാസം നോക്കി ആ ടോക്കുകളുടെ സമയത്ത് കൊച്ചിൻ്റെ ശിരസിൽ ഇങ്ങനെ കരങ്ങൾ വെച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കും. അവരുടെ വിശ്വാസം വളരെ പ്രധാനം. 2-മത്തെ കാര്യം, ഒരു വചനമുണ്ട്. ആ വചന ഹീലിംഗ് നൽകും. ഞാൻ നേരത്തെ പറഞ്ഞ 3-മത്തേതാണ് പുരോഹിതൻ്റെ ആശീർവാദം. അതിലൂടെ കർത്താവ് പ്രവർത്തിക്കും. 4-മത്, നമ്മൾ ഇത്രയും പേരുടെ മധ്യസ്ഥ പ്രാർത്ഥന നിങ്ങൾ ഇന്ത്യ നോക്കിയേ. ഇത് ഒരാളല്ലല്ലോ, ലക്ഷങ്ങളുടെ പ്രാർത്ഥനയല്ലേ. അതുകൊണ്ട് എൻ്റെ കഴിഞ്ഞ അഭിഷേകം നിങ്ങൾ കണ്ടായിരുന്നോ? അതായത് എങ്ങനെയാണ് ജനങ്ങൾ വിശ്വാസത്തിലേക്ക് വരുന്നത് കണ്ടിട്ടില്ലേ? കണ്ടോണം കേട്ടോ. ഇതിൻ്റെയൊക്കെ ഒരു വിശദാംശം അതിനകത്തുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. വണ്ടി പോകുന്നതിൻ്റെ സ്വരം കുറച്ചുണ്ടാകും, വിഷമിക്കരുത് കേട്ടോ. പ്രിയമുള്ള ഇന്നെന്തായാലും ഇങ്ങനത്തെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ചിതറിക്കപ്പെടാൻ എന്താണ് കാരണം എന്നതിനെക്കുറിച്ചാണ്. നെഹമ്യാ പ്രവചനം 1-ാമത്തെ അധ്യായത്തിൻ്റെ 8-ാമത്തെ തിരുവചനമാണ്. അവിശ്വസ്തത കാണിച്ചാൽ നിന്നെ ഞാൻ ജനതകളുടെ ഇടയിൽ ചിതറിക്കും. എൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത്, ഈ ജെറുസലേം കോട്ടകളിലൊക്കെ തകർക്കപ്പെട്ട അടിമത്തത്തിൽ ജനങ്ങൾ കഴിയുമ്പോൾ നെഹമ്യായുടെ അടുത്ത്, കഴിഞ്ഞ നമ്മൾ വായിച്ച നെഹമ്യായുടെ അടുത്ത് പിന്നെ ഈ അനാനി എന്ന് പറയുന്ന ആ ഒരു സഹോദരൻ വരുന്നത്. അപ്പോൾ വിശേഷങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ അവർ തകർന്ന് കിടക്കുമെന്ന് കേട്ട് കഴിയുമ്പോഴത്തേക്കും ഈ നെഹമ്യ ഇരുന്ന് ഇങ്ങനെ കരയുകയാണല്ലോ, ഉപവാസം എടുക്കുന്നു. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം നെഹമ്യ ദൈവത്തോട് നടത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതിൽ നെഹമ്യ പറയുകയാണ്, ദൈവമായ കർത്താവ് അങ്ങയുടെ വിശ്വസ്ത ദാസനായ മോശയോട് അരുളി ചെയ്ത കൽപ്പനകൾ അനുസ്മരിക്കണം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കുക. അതാണ് അവിശ്വസ്തമായി പെരുമാറിയാൽ ജനതകളുടെ ഞാൻ നിന്നെ ചിതറിക്കും. അതിനുശേഷം എങ്ങനെയാണ് ഒരുമിച്ച് കൂട്ടുന്നതെന്ന് വേറെ വചനമുണ്ട്. അത് ഞാൻ അടുത്ത ദിവസം എപ്പോഴെങ്കിലും പറയാം. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് ആദ്യ ഭാഗം ഒന്ന് എടുക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തെ, അത് പഴയ നിയമത്തിൻ്റെ ഒരു ചരിത്രമാണ്. അവിശ്വസ്തത കാട്ടുന്നിടത്തെല്ലാം ഒരു ചിതറിക്കലുണ്ട്. ജനതകളൊരു ചിതറിക്കപ്പെടുകയാണ്. അത് ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചെയ്യേ. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ അവിശ്വസ്തത കാട്ടിയാൽ ആ കുടുംബത്തിലൊരു ചിതറിക്കപ്പെടലുണ്ടാവും. അത് സഭയിലാണെങ്കിലും ശരി, സ്ഥാപനത്തിലാണെങ്കിലും ശരി, സെമിനാരി ആണെങ്കിലും ശരി, എന്ത് തന്നെയാണെങ്കിലും ശരി, ഉസ്താദ് ആണെങ്കിലും എവിടെയൊക്കെ അവിശ്വസ്തത വരുന്നുണ്ടോ അവിടെ എല്ലാം ഒരു ചിതറിക്കപ്പെടലുണ്ട്. ദൈവം എല്ലാം ഒരുമിച്ച് കൂട്ടുന്നയാളാണ് അല്ലേ. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നു എന്നൊക്കെ പറഞ്ഞ ചില വചനങ്ങൾ പൊതുനിയമത്തിലുള്ളത് നിങ്ങൾക്കറിയാം. അപ്പം അതുകൊണ്ട് നമ്മൾ അവിശ്വസ്തതയാണ് ഒരുപാട് ശിഥിലമായി പോകാനുള്ളൊരു കാരണമെന്ന് പറയുന്നു. അതുകൊണ്ട് പൗലോസ്ലിഹ ലേഖനത്തിലൊക്കെ ആണെങ്കിലും ഒക്കെ ഭിന്നത അതൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയുണ്ട് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ ഇന്ന് നമ്മളായിരിക്കുന്ന ചില അവസ്ഥകൾ എല്ലാം അങ്ങനെ ചിതറിക്കപ്പെട്ട് തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് അതിനെക്കുറിച്ച് ഓർക്കണം. പഴയ കാലത്തെക്കുറിച്ച് അനുദപിക്കണം.
അപ്പോൾ ഓരോ വചനം, അത് ഞാൻ പറയുന്നത് എന്നാന്നറിയാം, ഇതൊക്കെ നിങ്ങൾക്ക് നമുക്ക് പറഞ്ഞു തരുന്നതൊക്കെ ഇതെല്ലാം വചനങ്ങൾ വെച്ച വചനത്തിന് മാറ്റമില്ലെന്നേ. അപ്പം പിന്നെ ഇതിൻ്റെ പരിഹാരം എന്താ? ഈ വചനങ്ങൾ കീപ്പ് ചെയ്യുക. ഇനി നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, അതായത് അപ്പോൾ വിശ്വസ്തത കാണിക്കാൻ വേണ്ടി തുടങ്ങിയ ദൈവത്തോട് വിശ്വസ്തത, ജീവിത പങ്കാളിയോട് വിശ്വസ്തത, മാതാപിതാക്കന്മാരുടെ വിശ്വസ്തത, അല്ലേ, സഭയോട് വിശ്വസ്തത, മക്കളോട് വിശ്വസ്തത, എല്ലാം അത് വിശ്വസ്ത കാണിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒരുമിച്ച് ചേർക്കപ്പെട്ട് ബെസ്റ്റായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങും. അതല്ലേ തന്നെ മറുവശം, ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പം അതുകൊണ്ട് അതാണ് എന്താ പറയണത്, ആത്മാർത്ഥതയും വിശ്വസ്തതയുമാണ് അധർമ്മത്തിൻ്റെ പരിഹാരം എന്ന് പറഞ്ഞാൽ അതിനുണ്ട്. ഇനി പറഞ്ഞാൽ സമയം പോകും, അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. നമുക്ക് സ്തുതിക്കാം. ഈശോയെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. കർത്താവേ, അവിശ്വസ്തത കർത്താവേ, അവിടുന്ന് കരുണ കാണിക്കണം. കർത്താവ് കരുണ കാണിക്കുക. വിശ്വസ്തനെയാണല്ലോ അവിടുന്ന് കടാക്ഷിക്കുന്നത്, ചെറിയ കാര്യത്തിൽ വിശ്വസ്തനെ ഉയർത്തുന്നത്. ഒരു പടി കൂടി എല്ലാ മേഖലയിലും വിശ്വസ്തത പുലർത്താൻ ഞങ്ങൾ അനുഗ്രഹിക്കണം. അവരെ കൃപ ഇവരുടെ മേൽ നിറയട്ടെ എന്ന് അനുഗ്രഹിക്കും. കർത്താവായ ദൈവം പറഞ്ഞ ആസ്മ രോഗം മൂലം ക്ലേശിക്കുന്ന, പഫ് എടുത്തുകൊണ്ടിരിക്കുന്നവര്, കർത്താവ് ഇൻഹേലർ അങ്ങനത്തെ യൂസ് ചെയ്യുന്നവർ എല്ലാവരും സമർപ്പിക്കുക. എത്ര വർഷം പഴക്കമുള്ളതാണെങ്കിലും ശരി, ഈശോ അതിനെല്ലാം ഉപരിയാണ്. ഈശോയുടെ വചനത്തിന്റെ ശക്തിയാൽ, കർത്താവ് ആശീർവാദത്തിന്റെ യോഗ്യതയാൽ, അതിനെല്ലാം ഒരു അങ്ങയുടെ കരുണയാൽ, ഈശോ മിശിഹായുടെ കുരിശുമരണത്തിന്റെ പീഡാസഹനത്തിന്റെയും ഉത്ഥാനത്തിന്റെ ഒക്കെ യോഗ്യത, പീഡാസഹന കുരിശുമരണ ഉത്ഥാനത്തിന്റെ യോഗ്യതയാൽ കർത്താവെ കരുണയോടെ നോക്കണമേ. കർത്താവെ, 10,000 മധ്യസ്ഥ പ്രാർത്ഥന കാണണമേ. ഈ പ്രാർത്ഥന, ഈ രോഗമുള്ളവരെ പ്രാർത്ഥിക്കുന്ന ഒരു വിശ്വാസത്തെ പരിഗണിക്കണമേ. യേശുവിന്റെ നാമത്തിൽ രോഗത്തെ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ശ്വാസകോശത്തിന്മേൽ യേശുവിന്റെ രക്തം ഒഴുകട്ടെ, പുതിയ ശ്വാസകോശം ഉണ്ടാകട്ടെ. ആസ്മ രോഗങ്ങൾ ശരീരത്തിൽ നിന്ന് എന്നേക്കും വിട്ടുപോട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.